കയ്യിൽ മാങ്ങയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ലസ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊത്തിയായിട്ട് വാങ്ങിയതാണേ. ലസ്സി ചെയ്യുമ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടാണ് അടിക്കുക. പക്ഷെ ഇന്ന് ഞാൻ അത് ഇടുന്നില്ല കേട്ടോ. തണുത്ത മാങ്ങയും തണുത്ത തൈരുമാണ്. അതിൻ്റെ കൂടെ ഇനി ഐസ് ക്യൂബും കൂടി ഇടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ കട്ട തൈര് വേണം കേട്ടോ. നല്ല പുളി ഇല്ലാത്ത, ഇന്നലെ ഉറയൊഴിച്ചതാണെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കാം. അങ്ങനെ പുളി ആവരുതേ, പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ. വയറിന് നല്ല സുഖമാണ് കേട്ടോ ഇങ്ങനത്തെ ലസ്സിയൊക്കെ കഴിച്ചാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലസ്സി. നോർമൽ ലസ്സിയും മാംഗോ ലസ്സിയും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. കോഴിക്കോട് പഞ്ചാബി ധാബ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമ്മളെ ബോംബെ ഹോട്ടലിൻ്റെ ഒക്കെ അടുത്ത്. അവിടെയാണ് ഏറ്റവും നല്ല ലസ്സി ഞാൻ കുടിച്ചിട്ടുള്ളത് കേട്ടോ. അതിലും നല്ല ലസ്സി വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ച് മധുരം ഇടുന്നുണ്ടേ, ഒരു സ്പൂണേ ഇടുന്നുള്ളൂ. മാങ്ങ നല്ല മധുരം ഉള്ളതാട്ടോ. ഇത് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഐസ് ക്യൂബ് ഇട്ടിട്ട് അടിക്കാം, കുറച്ചും കൂടി തൈര് ഒഴിക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്ക് ഇങ്ങനെ തന്നെ കഴിക്കേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേ. കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് 5 സ്റ്റാർ ആവുകയെ. പക്ഷെ ഇപ്പം അതൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഞാൻ ലസ്സിയാക്കിയതാണ്. നിങ്ങളുടെ കയ്യിൽ മാങ്ങയും നല്ല തൈരും ഉണ്ടെങ്കിൽ നിങ്ങളും ഉണ്ടാക്കി നോക്കിക്കോട്ടോ.